ഹലോ ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർമ്മറോട്ടിൽ പോയിട്ട് മുട്ടപ്പത്തിരി ബീഫ് അടിക്കുക. ഇവിടെ അടിപൊളി ഒരു മുട്ടപ്പത്തിരിയും ബീഫും കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. കർമ്മറോട്ടില് പൊന്നാനിയിൽ ഭയങ്കര ഫേമസ് ആണ് ഈ മുട്ടപ്പത്തിരിയും ബീഫും. രാവിലെ സുബൈക്ക് തന്നെ ലൈക്ക് ഒരു 4 o'clock പിള്ളേർ പോയിട്ട് കഴിക്കാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് അതിലും ടേസ്റ്റ് ഉള്ള ഒരു മുട്ടപ്പത്തിരിയും ബീഫും കിട്ടുമെന്ന് പറഞ്ഞ കാരണം നമ്മൾ ഇന്ന് അവിടെ പോയിട്ട് ട്രൈ ചെയ്യാനുള്ള പ്ലാനാണ്. പറഞ്ഞത് വേറെ ആരുമല്ല, സർത്താജും റിച്ചും തന്നെയാണ്. ഓക്കെ, രാവിലെ തന്നെ ഒരു 8 മണിക്ക് ഇവിടെ എത്താന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഞാൻ 8 മണിക്ക് വിളിച്ചപ്പോൾ ആള് എണീറ്റിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പോ അവന് വെയിറ്റ് ചെയ്യും. ഒരു 9 o'clock ആകുമ്പോൾ എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 9 ആയി, ഗോയിങ് ടു ബി. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ജൽദി ഇല്ല കേട്ടോ തീരെ. ഞാൻ രാവിലെ എണീറ്റിട്ട് ഇരിക്കണതാണ്. എല്ലാവർക്കും നിന്നിപ്പോ ഇത് ചാടി കിടക്കാനുള്ള മടി കൊണ്ടാണ് കേട്ടോ അത് കേരളത്ത്. റിച്ചു ടെറഫില് ക്രിക്കറ്റ് കളിക്കാന്ന് പറഞ്ഞപ്പോ നമ്മള് റിച്ചുവിനെ കാണാൻ പോവാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ റിച്ചു വൻ പെർഫോമൻസിലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വീഡിയോ എടുത്ത് അതന്നെ റിച്ചുവിന്റെ സ്റ്റെമ്പ് തെറിച്ച് കിട്ടി. അത് കഴിഞ്ഞ് റിച്ചുവിനോട് ചോദിച്ചപ്പോ റിച്ചു പറഞ്ഞ് അവന് ഫീൽഡിങ് ഉണ്ട് ഇനി, സോ കുറച്ച് സമയം എടുക്കും. അപ്പൊ നമ്മളെന്ത് ചെയ്ത് കുറച്ചു നേരത്തൊക്കെ കണ്ടിരുന്ന്. അത് കഴിഞ്ഞ് ഞാനും സർത്താജും എന്ത് ചെയ്ത് ബീഫ് മുട്ടപ്പത്തിരിയും കഴിക്കാൻ വേണ്ടി പോയിട്ട് പോണ വഴി കർമ്മറോട്ടിലാണ് ഉള്ളത്. അപ്പൊ പോണ വഴിക്ക് നോക്കുമ്പോ നമുക്ക് ആ ബ്രിഡ്ജ് കാണായിരുന്നു, ഹാർബറിന്റെ അടുത്തുള്ള. സോ ഇതാണ് കേട്ടോ ആ ഷോപ്പ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നല്ല പൊറാട്ട ഇങ്ങനെ വീശി അടിച്ചോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ വിചാരിച്ച ഒരു വീഡിയോ എടുക്കുക അതിൻ്റെ. നല്ല രസമായിട്ട് ചെങ്ങായി അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല വീശിട്ടൊക്കെ കണ്ട അങ്ങനെ വലുതാവണൊക്കെ ആ വീശി അടിക്കല് കണ്ടിട്ട് ഒരു പൊറാട്ട കഴിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് എല്ലാം കൂടിയിട്ട് കഴിക്കാൻ പറ്റും തോന്നണില്ല. അങ്ങനെ നമ്മൾ ഇതൊക്കെ കുറച്ച് കണ്ടു നിന്നിട്ട് എന്ത് ചെയ്ത് നമ്മളെ പരിപാടിയിലേക്ക് എന്ത് ചെയ്ത് നമ്മൾ കടന്നു. സർത്താജ് എന്ത് ചെയ്തു ഇന്നെ കാണാതെ ആയപ്പോ എന്ത് ചെയ്തു ഒരു പഴംപൊരി എന്ത് ചെയ്തു ഓർഡർ ചെയ്ത്. ഞാനിതിങ്ങനെ കണ്ടു നിൽക്കായിരുന്നേ. ഇല്ലേ അടുത്തിട്ടായിട്ട് ഒരു പഴംപൊരി അല്ലേ, ചൂടുണ്ടല്ലേ പഴംപൊരി. ഉച്ചും സർത്താജും പറഞ്ഞ വിശ്വപ്രസിദ്ധമായ എന്താണ് ബീഫ് മുട്ടപ്പത്തിരി. അതും ആക്കാലോ അല്ലെ. അതും ഒരു പഴംപൊരിയും പറയാം അല്ലെ. അടിപൊളിയായിട്ട് ഇതില് ബീഫ് മുട്ടപ്പത്തിരി അടിപൊളിയായിരുന്നു. ചൂടുള്ളതുകൊണ്ടാണോ എന്ന് അറിയില്ല, എനിക്ക് പഴംപൊരി ബീഫും അത്ര കണ്ട് ഇഷ്ടായിട്ടില്ല. നല്ല ചൂട്. അപ്പോഴാണ് പിള്ളേര് പൊറോട്ട അടിക്കുന്നുണ്ട്. പൊറോട്ട ചോദിക്കാന്ന് വിചാരിച്ചു. അടിപൊളി സൂപ്പറാ. ഇനിയിപ്പോ അവര് പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ വരും, റിച്ചും സർത്താജും കൂടിയിട്ട്. എന്നിട്ട് ഞങ്ങള് ഒന്ന് പുറത്തൊക്കെ പോകാനുള്ള പരിപാടിയില്ല. സോ മമ്മക്ക് ഞാനിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ പറ്റില്ല, ഇവിടെ തന്നെ കഴിച്ചാൽ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് മട്ടരി ഉണ്ടല്ലോ, മട്ടരിന്റെ എന്താ പറയാ പുട്ടാണ് കേട്ടോ. അതും പിന്നെ മത്തി മുളകിട്ടതും. വൈബിന്ന്. പിന്നെ കുഞ്ഞമത്തിയാണ് കേട്ടോ. കുഞ്ഞമത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. അതും നല്ല കൊട്ടമ്പുളി ഇട്ടച്ച മത്തി മുളകിട്ടത്. വേറെ ലെവൽ ഐറ്റം. ഭയങ്കര സോഫ്റ്റ് ആയിട്ടാ. ഞാൻ പൊട്ടിക്കുമ്പോഴാണ് ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കണത്. ഇങ്ങനെ പൊട്ടി പോലെ വളരെ നമ്മള് ഒരു ഇതൊന്നും ഉപയോഗിക്കാം, ബലൊന്നും ഉപയോഗിക്കണ്ട. തൊടുമ്പത്തിനും പൊട്ടിഞ്ഞ് വരിക. ഇങ്ങനെ ഇത് കുഴച്ചിട്ട് ഇടിക്കാന്, മീൻ മുളകിട്ടേക്ക് കുഴച്ചിട്ട് അടിക്കാൻ ഒരു രക്ഷയില്ല. രസം അടിപൊളിയായിട്ട് കേട്ടോ. നിങ്ങള് ട്രൈ ചെയ്തില്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. മിക്ക ആളുകളും ട്രൈ ചെയ്യുന്ന സാധനമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡിന്റെ ടൈമായി. അപ്പോ ചോറുണ്ടായിരുന്നു, വാഴപ്പിണ്ടിപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ പുതിയാപ്പിളക്കോര പൊരിച്ചത്, കുഞ്ഞമത്തി മുളകിട്ടത്. അങ്ങനെ സർത്താജിന് വെയിറ്റ് ചെയ്തിട്ട് അവൻ ലാസ്റ്റ് വന്നിരിക്കുകയാണ്. അങ്ങനെ സർത്താജ് മാഷിന്റെ വണ്ടിയാണിത്, ന്യൂ ബെലാനോ. ഓക്കെ,
ഷാർപ്പിൻ ഹാൻഡിലൊക്കെ ഉണ്ടല്ലോ അല്ലേ. ബ്ലാക്ക് ആണ്, പെട്രോൾ വേരിയന്റ് ആണ്. ഇതാണ് എൻജിൻ ബേ, 1.2 ലിറ്റർ 80 bhp, പിന്നെ 113 ന്യൂട്ടൺ മീറ്റർ. ഇതിന്റെ DRലൊക്കെ നല്ല രസമുണ്ട്. പിന്നെ പ്രൊജക്ടറാണ് വരുന്നത്, ഹെഡ് ലാമ്പ്, പ്രൊജക്ടർ LED ഫോഗ് ലാമ്പാണ് വരുന്നത്. ഷാർപ്പിൻ ആന്റിന ഉണ്ട്. പിന്നെ എക്സ്ട്രാ ചെയ്തത് ഇതാണ് കേട്ടോ, ഡാഷ് ക്യാം ആണ്, ഡ്യുവൽ ചാനൽ ഡാഷ് ക്യാമാണ് ചെയ്തിട്ടുള്ളത്. 318 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. 16 ഇഞ്ച് അലോയ് വീലാണ്. സോ ഇന്ന് നമ്മളെ യാത്ര ബലാനൂലാണ്. സർത്താജ് മാഷാണ് ഇന്ന് ഡ്രൈവ് ചെയ്യണത്. ഓക്കെ, 9 ഇഞ്ച് ഇൻഫർടൈൻമെന്റ് ഉണ്ട്, ഓട്ടോമാറ്റിക് AC, ക്ലൈമറ്റ് കൺട്രോള്, 360 ക്യാം ഉണ്ട് അവിടെ ഉണ്ട്. പിന്നെ അതേപോലെ അഡാപ്റ്റീവ് റിവേഴ്സ് ക്യാം ഉണ്ട്. പിന്നെ ഇത് ഇതിന്റെ വണ്ടിയിൽ വെക്കണം. ഇപ്പൊ അതിനുള്ളൊരു പരിപാടി ഉണ്ട്, ഡാഷ് ക്യാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നൗഡേയ്സ്. ഇൻഫർടൈൻമെന്റിൽ ഫുള്ള് എല്ലാ ഇതും കാണിക്കുന്നുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എത്ര റേഞ്ച് പോകും, ഇനി ഈ ഫ്യൂൽ വെച്ചിട്ട്, പിന്നെ നമ്മളെ ആക്സിലറേഷൻ, അതേപോലെ ആവറേജ്, കുറേ ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ ഇവിടെ. ഈവൻ കോണ്ടാക്ട്സ്, സോങ്സ്, പിന്നെ അതേപോലെ ഈ ക്യാമറ ശരിക്ക് എന്താ പറയാ ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. എന്താ പറയാ ഫോണില് വൈഫൈ ത്രൂ അത്രയും എന്താ പറയാ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അത് മാത്രമല്ല അത്യാവശ്യം ക്ലിയർ ഉണ്ട്. ഇപ്പോൾ അതാ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, ആ ഓട്ടോറിക്ഷന്റെ നമ്പർ പ്ലേറ്റ് നമുക്ക് കാണാൻ പറ്റും ഇതിൽ കൂടെ. അത് ഇതില് എത്രമാത്രം എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ കാണുന്നുണ്ട്. ഓട്ടോ ഡിമ്മിങ് മിറർ ഉണ്ട് ഇവിടെ, USB കണക്റ്റഡ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഫോണ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർജിങ് സ്ലോട്ടും ഉണ്ട് അവിടെ. പിന്നെ ഹാൻഡ് റെസ്റ്റും ഉണ്ട്. പിന്നെ ബാക്കില് AC വെന്റ് ഉണ്ട് കേട്ടോ. 5 സ്പീഡ് മാനുവൽ ആണ്. അപ്പൊ നമുക്ക് നമ്മളെ റിച്ചുബായിനെ വിളിക്കാൻ ടൈമായി. Hi Aisha, what can I do for you? Call Riyas. വിളിക്കേണ്ട ആവശ്യമില്ല, അതാ അവിടെ ഉണ്ട്. വിച്ച് റിയാസ് എന്നൊക്കെയാ ചോദിക്കണത്. അവിടെ പോയാ ഇതാണ് നമ്മളെ പൊന്നാനി MES കോളേജ് കേട്ടോ. പൊന്നാനി MES ഡിഗ്രി ഇവിടെയാണ്. ഇതാണ് പുതുപൊന്നാനി NH66. അതിന്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കംപ്ലീറ്റഡ് ആണ്. അടിപൊളി. ഫുള്ള് പൊളി. താങ്ക് യു ബേബിനെ ഒരു ഉപകാരം വിളിച്ചപ്പോഴാണ് സംഭവം അറിഞ്ഞത്. ശരി, വിളിക്കാം. താങ്ക്സ് ഉണ്ട്, ഒരുപാട് താങ്ക്സ്. ഞങ്ങളെ അടിച്ചു വിളിക്കട്ടെ. ശരി, എന്തായാലും പാർസൽ മേടിച്ചിരിക്കും. എങ്ങോട്ട് പോണ്ടി? ബർത്ത്ഡേ പോയാണ്. ബർത്ത്ഡേ പോയി. എന്റെ ബർത്ത്ഡേ അതിന്റെ ബർത്ത്ഡേ എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു പരിപാടി. സമയമില്ലാത്ത കാരണം തൃശ്ശൂർ വെച്ചിട്ട് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. നമുക്ക് വേണമെങ്കിൽ എറണാകുളത്ത് പോവാം. അല്ല പോവാം. നമ്മള് റെഡിയാണ്, എങ്ങോട്ട് വേണേലും നമ്മള്. ആദ്യം നമുക്ക് രതീഷിന്റെ അടുത്തൊന്ന് പോയോക്കെ അല്ലേ? രതീഷ് അവൈലബിൾ ആണോ? വിളിക്കാം. ഇപ്പോ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിട്ട് ലൈമ് നോക്കാം. ഒരു സമൂസ. അങ്ങനെ ഞങ്ങള് ഹൈലൈറ്റിന്റെ തൃശ്ശൂരുള്ള മോളിലേക്ക് വന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെറുതെ കറങ്ങിയിട്ട് പോവാന്നുള്ള രീതിയിൽ. ഒപ്പം സർത്താജിന് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ലുലുന്ന് അല്ലറ ചില്ലറ പർച്ചേസും. പിന്നെ ഇവിടെ അത്യാവശ്യം വിശാലമായ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഗ്രൗണ്ടിൽ വന്നപ്പോഴാണ് കണ്ടത് ഇവിടെ ഒരുപാട് കാർസിന്റെ ഒക്കെ ആയിരുന്നു സെയില്. മെയിൻലി കിയ, ടാറ്റ, മഹേന്ദ്ര, ടൊയോട്ടോ ഹൈറൈഡർ, മഹേന്ദ്ര, പിന്നെ BE6. എത്ര ദിവസം ഉണ്ട്? 6 ദിവസം. 6 ദിവസം. 1/9/25.
ഈ ചോക്ലേറ്റിന് ആകെ 6 days വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഓഫറിന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ നട്ട്സ് ആൻഡ് ഡേറ്റ്സിനും അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ട്. സർത്താജിന് സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടുത്തെ ഓണത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അത് മേടിച്ചിട്ടുള്ളത്. പിന്നെ ടോയ് സെക്ഷനിലും നല്ല ഓഫേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓണായിട്ടാണ്. പിന്നെ ബ്രൗൺ പേപ്പേഴ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റു. അത് കാരണം അതൊന്ന് എടുത്തു നോക്കി. ഇതിന്റെ സ്മെല്ലൊക്കെ ഭയങ്കര നൊസ്റ്റു. പിന്നെ ഞങ്ങൾ സ്റ്റൈൽ യൂണിയനിൽ വന്നു. സർത്താജിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓണായ കാരണം അവന് നല്ല ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് 2 ഷർട്ടും 2 പാൻറ്റൊക്കെ വാങ്ങി വന്നു. പിന്നെ ഗ്രൗണ്ടിൽ കാർ സെയിൽസ് മാത്രമായിരുന്നില്ല, ബൈക്സും ഉണ്ടായിരുന്നു കേട്ടോ. EV ബൈക്സും ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ റോയൽ എൻഫീൽഡും ഉണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളെ ബർത്ത്ഡേ ബോയിന്റെ ചെലവാണ് അല്ലേ? സർത്താജിന്റെ ചെലവ് ഇന്നിപ്പോ കായലിൽ വെച്ചിട്ടാണ്. അങ്ങനെ കായലിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ഓർഡർ ചെയ്തത് കേട്ടോ. സൂപ്പ് ഒരു ഓക്കെ സൂപ്പായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് നൂൽ പൊറോട്ട, ചപ്പാത്തി, അൽഫാം, ബീഫ് കാന്താരി, പ്രോൺസ് ബിരിയാണി, ഇത്രയും ഐറ്റങ്ങളായിരുന്നു കേട്ടോ. പക്ഷെ ഇതിൽ ഏറെക്കുറെ ഐറ്റംസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ലൈക്ക് നൂൽ പൊറോട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, നിങ്ങൾക്ക് തന്നെ കാണാം. അത്രയും സോഫ്റ്റ് ആൻഡ് ക്രിസ്പി. പിന്നെ നോർമൽ ഒരു പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു, രണ്ടും അടിപൊളിയായിരുന്നു. പിന്നെ ബീഫ് കാന്താരി ആണെങ്കിലും എബവ് ആവറേജ് എന്ന് പറയാം, അത്രയും നല്ലൊരു ഇതായിരുന്നു. പിന്നെ അതേപോലെ എടുത്തു പറയേണ്ട അൽഫാം സൂപ്പർ ആയിരുന്നു. ബിരിയാണി വാസ് ഓക്കെ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ നല്ല പാർക്കിംഗ്. സോ ഇവനെക്കാട്ടി വലിയ താങ്ക്സ് ഉള്ളത് ഇവന്റെ വൈഫിനോടാണ്. വൈഫാണ് റിവീൽ ചെയ്തത് ഇന്ന് ഇവന്റെ ബർത്ത്ഡേ എന്നുള്ളത്. ചെലവ് കൊടുക്കാനൊക്കെ പറഞ്ഞത് ഇവന്റെ വൈഫാണ്. പണി കൊടുത്തതാണ്. പണി കൊടുത്ത. സോ ഇന്നിപ്പോ ഇവിടെ വൈൻഡപ്പ് ഒക്കെയാണ്. സോ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ഫ്രം ബിൻഷാദ്.